വിനോദ്, സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് ഇപ്പോൾ ഉണ്ടത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷന് സമീപമാണ്. ഇവിടെ നമുക്ക് കടകളിലൊക്കെ തന്നെ മഴവെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ചുറ്റും മഴയാണ്. ഇവിടെ ഫുള്ള് വെള്ളമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 2 മുതൽ ഒരു 5 മണി വരെയുള്ള സമയങ്ങളിലാണ് മഴ ശക്തമായി തന്നെ തുടരുമെന്നുള്ള ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു അറിയിപ്പാണ് നമുക്കിപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. കാണാൻ സാധിക്കുന്ന പോലെ കടകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരം ഒട്ടാകെ ഉള്ളത്. ഈ താഴ്ന്ന പ്രദേശമാണ് എങ്കിൽ കൂടി കടകളിൽ കയറുന്ന രീതിയിൽ തന്നെ വെള്ളം അത്രത്തോളം നിറഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറല്ല, 2 മണി മുതൽ ഒരു 5 മണി വരെയുള്ള സമയം വരെ ആയിരിക്കും ഈ ഒരു മഴ മുന്നറിയിപ്പ് ഉണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. ഇടത്തരം മഴയ്ക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനുമുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി വരും മണിക്കൂറിൽ, ഇപ്പോൾ 3 മണിയായിരിക്കുകയാണ്, ഇനി വരുന്ന മണിക്കൂറിൽ ഒരു 5 മണി 6 മണി സമയത്ത് മഴ അതിശക്തമായി തന്നെ തുടരുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരം ഒട്ടാകെ വെള്ളത്തിനടിയില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വരും മണിക്കൂറിൽ മഴ ഇതുപോലെ തന്നെ കനത്ത് പെയ്യുകയാണെങ്കിൽ പറയാൻ സാധിക്കില്ല എത്രത്തോളം വെള്ളമാണ് ഇനി അങ്ങോട്ട് വരുന്ന മണിക്കൂറിൽ തിരുവനന്തപുരം നഗരം ഇനി എങ്ങനെയാകാനുള്ള സാധ്യത എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. എറണാകുളത്തും ഇതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറല്ല, വെറും ഇനി ഒരു 3 മണിക്കൂർ, ഇനി ഒരു 2 മണിക്കൂർ കൂടി എന്താകും ഈ അവസ്ഥ. ഒറ്റ മഴ പെയ്താൽ, തലസ്ഥാനത്തെ കാര്യം നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചാൽ, ഒരൊറ്റ മഴ 1 മണിക്കൂർ മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിലാകും. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിലാകും. ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞൊഴുകും. ഇവിടെ ഒരു തോട്ടിൽ കൂടിയും വെള്ളം പോകുന്നില്ല. ഒറ്റ മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം. ഒരു മാറ്റവും ഇല്ലല്ലോ ശ്രീനന്ദ. ഒരു മാറ്റവുമില്ല വിനോദ്. പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേഷൻ പൈപ്പുകളെല്ലാം പൊട്ടി ഒലിക്കുന്ന ഒരു അവസ്ഥയാണ്. കോർപ്പറേഷൻ്റെ അനാസ്ഥ തന്നെയെന്ന് നമുക്ക് ഇതിനെ വ്യക്തമാക്കാൻ സാധിക്കും. കാരണം ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ തലസ്ഥാനം ഒട്ടാകെ വെള്ളത്തിനടിയിലാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആമയിഴഞ്ചാൻ തോട്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സ്ഥലം, ഇത് തിരുവനന്തപുരത്തെ മെയിൻ ആയിട്ടുള്ളൊരു നമ്മുടെ തലസ്ഥാന നഗരിയിലാണ് ഈ ഒരു വെള്ളക്കെട്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഊഹിക്കേണ്ടത്. ഇതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുന്ന ഒരു അവസ്ഥയാണ്. വളരെ കുറച്ച് മണിക്കൂർ, 1/2 മണിക്കൂർ മാത്രമാണ് മഴ പെയ്തിട്ടുള്ളത്. എന്നാലും ആ മഴയുടെ ഒരു പര്യവസാനം എന്താകുമെന്നൊരു ചിന്തയിലാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ ഉള്ളത്. നമുക്ക് ഒരു നാട്ടുകാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് ചേട്ടാ ഇവിടുത്തെ അവസ്ഥ? വെള്ളക്കെട്ടാ, മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ടാ, ഇങ്ങനെ തന്നെയാണ്. മഴ കഴിയുമ്പോൾ ഇത് തിരിച്ചിറങ്ങി പോകും. പിന്നെ കോർപ്പറേഷനോട് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ട് എത്ര വട്ടം പറഞ്ഞു, ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും മുട്ടോളം വെള്ളമാണ്. ആരോടും പറഞ്ഞിട്ടും ഒരു ഇതും തന്നെ ഉണ്ടായിരുന്നില്ല. അതും ചെളി വെള്ളമാണ്. ഓടയിൽ നിന്നും അതുപോലെ തന്നെ റഞ്ചറിൽ നിന്നും ഒക്കെ ഒഴുകുന്ന ചെളി വെള്ളമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. എൻ്റെ മുട്ടോളം എത്താറായി വെള്ളം. ഇനിയൊരു മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ള കാര്യത്തിൽ ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. എല്ലാവരും കടകളിലും ഒക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരി എന്ന് പറയുന്നത് വിനോദ്. ഈ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പൊട്ടിപ്പൊളിച്ച് എല്ലാം സ്മാർട്ട് സിറ്റി ആക്കാനുള്ള വലിയ തത്രപ്പാടിലായിരുന്നു. പൈപ്പ് കുഴികളെല്ലാം സ്ഥാപിക്കുന്നു, സ്മാർട്ട് റോഡുകൾ വരുന്നു, എല്ലായിടത്തും സ്മാർട്ട് സിറ്റി എന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. മേയർ ഏതോ ഒരു കമ്പനിയുടെ അവാർഡ് പോയി വാങ്ങുന്നു, അതിൻ്റെ ഫ്ലെക്സുകളെല്ലാം നഗരത്തിൽ ഒട്ടാകെ വെക്കുന്നു. പക്ഷേ ഒറ്റ മഴയ്ക്ക് മുങ്ങുന്ന തിരുവനന്തപുരം നഗരം, അതിന് മാത്രം ഒരു മാറ്റവുമില്ല ശ്രീനന്ദ. പൈപ്പിൽ വെള്ളവുമില്ല. 4 ദിവസമായി തിരുവനന്തപുരം നഗരത്തിലെ പൈപ്പിൽ കുടിക്കാൻ വെള്ളമില്ല. അതും കൂടി കൂട്ടി വായിക്കണമല്ലോ ശ്രീനന്ദ. തീർച്ചയായിട്ടും കുടിക്കാൻ വെള്ളമില്ല. ഇപ്പോൾ 4ാമത്തെ ദിവസമാണ് വിനോദ് പറഞ്ഞതുപോലെ. ഈ കുടിക്കാൻ വെള്ളമില്ലെങ്കിലും മഴ പെയ്യുമ്പോൾ നിറഞ്ഞൊഴുകുന്ന വെള്ളത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാനൊരു കോർപ്പറേഷന് സാധിക്കുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. വെള്ളമില്ലാത്ത സമയങ്ങളിൽ ടാങ്കർ വഴി വെള്ളം വീടുകളിൽ എത്തിക്കുമെന്നൊരു വാഗ്ദാനമുണ്ടായി. അത് എല്ലായിടത്തും പാലിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഡ്രെയിനേജും ഒക്കെ പൊട്ടി ഒഴിച്ച ഒരു വെള്ളം ഇങ്ങനെ ഇവിടെ ഉണ്ടായി വരുന്നത്.
ഉണ്ടായി വരുന്നത്. എന്താകും ഇനി വരുന്നൊരു സ്ഥിതി എന്ന് നമുക്കറിയില്ല. കാരണം വെള്ളം കർശനമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഈ കുടിവെള്ളം ഇല്ലാതാകുമ്പോൾ ഏർപ്പെടുത്തുന്ന കോർപ്പറേഷൻ ഈ വർഷങ്ങൾ കൊണ്ട്, 1 വർഷമോ 2 വർഷമോ അല്ല, വർഷങ്ങളായി ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് കേരളം അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം എന്ന് ചോദിക്കുന്ന നാട്ടുകാരോട് തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നൊരു പ്രവണതയാണ് ഇവിടുത്തെ കോർപ്പറേഷനും. വ്യക്തമാണ് ശ്രീനന്ദ. ഒറ്റ മഴയ്ക്ക് തിരുവനന്തപുരം നഗരം മുങ്ങുന്ന അവസ്ഥ, അതിന് മാത്രം ഒരു മാറ്റവും വരുന്നില്ല. സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോഴും ഇത്തരം പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കോർപ്പറേഷനോ PWD അധികൃതർക്കോ കഴിയുന്നില്ല. തിരുവനന്തപുരം നഗരം അങ്ങനെ വീണ്ടും വെള്ളത്തിൽ മുങ്ങുന്നു. വാർത്തകൾ നൽകുകയായിരുന്നു ശ്രീനന്ദ.